അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആരാണ്? 2016-ൽ ഹിലറി ക്ലിന്റനെ പരാജയപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിന് രണ്ടാം ഊഴത്തിൽ പക്ഷേ ജോ ബൈഡന് മുന്നിൽ കാലിടറിയിരുന്നു. ഇലക്ട്രൽ കോളേജിന് പുറമെ കൂടുതൽ പോപ്പുലർ വോട്ടുകളും സെനറ്റും നേടിയാണ് 2020-ലെ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ വേദന ഇക്കുറി ട്രംപ് മറികടന്നത്. ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡന്റ് എന്ന റെക്കോർഡും 78-കാരനായ ട്രംപിൽ ഭദ്രമാണ്. 2016-ലും 2024-ലും പ്രസിഡന്റ് ആയതോടെ തുടർച്ചയായി അല്ലാതെ 2 തവണ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന രണ്ടാമൻ കൂടിയായാണ് ട്രംപിന്റെ വൈറ്റ് ഹൗസിലേക്കുള്ള മടക്കം. 1885-ലും 1893-ലും പ്രസിഡന്റ് പദവി അലങ്കരിച്ച ഗ്രോവൻ ക്ലീവ്ലാൻഡിന്റെ പേരിൽ മാത്രമായിരുന്നു മുൻപ് ഈ റെക്കോർഡ്. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ ഫെഡറിക് ക്രിസ് ട്രംപിന്റെയും മേരി മക്ലിയോഡിന്റെയും 5 മക്കളിൽ 4-മനായി 1946 ജൂൺ 14-ന് ന്യൂയോർക്കിലായിരുന്നു ട്രംപിന്റെ ജനനം. 1968-ൽ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിലെ പാർട്ടൺ സ്കൂൾ ഓഫ് ഫിനാൻസിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി. 14-ലധികം ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ കൂടിയാണ് ട്രംപ്. 1987-ൽ പുറത്തിറങ്ങിയ ആദ്യ പുസ്തകം ദ ആർട്ട് ഓഫ് ഡീൽ ബിസിനസ് രംഗത്തെ ക്ലാസിക്കായി ഇന്നും കണക്കാക്കപ്പെടുന്നു. ട്രംപ് ദി ആർട്ട് ഓഫ് കംബാക്സ്, വൈ വി വാണ്ട് യു ടു ബി റിച്ച്, ട്രംപ് 101 വേസ് ടു സക്സസ് എന്നിവയാണ് മറ്റു പ്രധാന പുസ്തകങ്ങൾ. 2016-ൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലറി ക്ലിന്റനെ പരാജയപ്പെടുത്തിയാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപ് ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത്. ദേശീയവാദം കൈമുതലാക്കിയ ട്രംപ് തന്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൊണ്ടും കൂട്ട നാടുകടത്തലുകളാലും ലോക ശ്രദ്ധ ആർജിച്ചു. ഒപ്പം മേക്ക് അമേരിക്ക ഗ്രേറ്റ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള സാമ്പത്തിക പരിഷ്കരണവും നികുതി ലളിതമാക്കാനും കോർപ്പറേറ്റ് നികുതി കുറയ്ക്കുന്നതിനും തുടക്കമിട്ടു. കോവിഡ് കാലത്ത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ദേശീയ സമാഹരണം വഴി ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ആശ്വാസ പാക്കേജാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ രാജ്യത്തെ മുഴുവൻ ജനതയ്ക്കും കോവിഡ് വാക്സിൻ നൽകാനും ട്രംപിന്റെ ഭരണകൂടത്തിന് കഴിഞ്ഞിരുന്നു. ആൻഡ്രൂ ജോൺസണും ബിൽ ക്ലിന്റനും ശേഷം അമേരിക്കൻ ജനപ്രതിനിധി സഭ ഇംപീച്ച് ചെയ്ത 3ാമത്തെ പ്രസിഡന്റ് കൂടിയാണ് ട്രംപ്. 2 തവണ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ഏക പ്രസിഡന്റും ട്രംപ് തന്നെയാണ്. 2019-ൽ അധികാര ദുർവിനിയോഗത്തിനും 2021-ൽ US പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോൾ സെന്റർ ആക്രമണത്തിന് പ്രേരണ നൽകിയതിനുമാണ് ട്രംപ് ഇംപീച്ച്മെന്റ് നേരിട്ടത്. പുതിയ പ്രതീക്ഷകളോടെയാണ് അമേരിക്ക ട്രംപിന് 2ാം ഊഴം നൽകിയിരിക്കുന്നത്. കാത്തിരിക്കാം.